രാത്രി ജോബിയും ഫിമയും സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ജോബിയ പറഞ്ഞു, അവൾക്ക് ഈ പ്രതികാരം പൂർത്തിയാക്കണ്ട എന്ന്. ഇത് കേട്ട് ഫിമ പറഞ്ഞു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പോൾ ജോബിയ, ചേച്ചി അവരുടെ സൗഹൃദം കണ്ടോ? സ്വന്തം സുഹൃത്തിന് ആപത്താണെന്ന് കരുതിയിട്ടും ലയും ഷഹീറും ഇപ്പോഴും അച്ചുവിനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഫിമ പറഞ്ഞു, നമ്മളെ കൊന്നതിനും ഒരു കുഴപ്പവുമില്ലേ? അതിന് മറുപടിയായി ജോബിയ പറഞ്ഞു, അതിന് അച്ചുവല്ലല്ലോ നമ്മളെ കൊന്നത്, അവൻ്റെ അച്ഛനല്ലേ. അവൻ്റെ അച്ഛൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു, അതും നമുക്കറിയാം. അപ്പോൾ ഫിമ പറഞ്ഞു, ആ ആളുടെ മകനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജോബിയ, ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ ഈ പ്രതികാരത്തിൽ കൂട്ടുനിൽക്കുന്നില്ല. അപ്പോൾ ഫിമ പറഞ്ഞു, നീ വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ മതി ഒറ്റയ്ക്ക്. എൻ്റെ പ്രതികാരം പൂർത്തിയാക്കുവാൻ ഞാൻ തന്നെ മതി. ഫിമ അവിടെ നിന്നും പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ യുവരാജിൻ്റെ ആത്മാവ് ഷഹീറിനെ കാണാൻ വന്നു. യുവരാജ് നടന്ന കാര്യങ്ങളെല്ലാം ഷഹീറിനോട് പറഞ്ഞു. യുവരാജ് പറഞ്ഞു, ഷഹീർ, നാളത്തെ ദിവസം ജാഗ്രതയായിരിക്കേണ്ട ഒരു ദിവസമാണ്. കാരണം നാളെ ചിത്ര പൗർണമിയാണ്. ചിത്ര പൗർണമിയുടെ അന്ന് അമാനുഷിക ശക്തിയുള്ള മനുഷ്യർക്ക് ശക്തികളൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയായിരിക്കണം. യുവരാജ് അവിടെ നിന്നും പോയി. ഷഹീറിന് മനസ്സിലായി ഇനി ഒരിക്കലും യുവരാജിനെ കാണാൻ പറ്റില്ല എന്ന്. അടുത്ത ദിവസം ചിത്ര പൗർണമിയായി. ഫിമ അച്ചുവിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഷഹീറിലെയും അവിടെ വരുമ്പോൾ കാണുന്നത് അച്ചു മുകളിൽ നിൽക്കുന്നതാണ്. ഷഹീറും ലയും ഫിമയ്ക്ക് നേരെ അവരുടെ ശക്തികൾ പ്രയോഗിച്ചു. കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ അവരുടെ ശക്തികൾ അവരെ വിട്ടുപോയി. അതുകൊണ്ട് ഷഹീറിനും ലയ്ക്കും ഭയമായി തുടങ്ങി. ഫിമ അച്ചുവിനെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്വാമി തന്ന ഭസ്മം ഫിമയ്ക്ക് നേരെ എറിഞ്ഞു. അവൾ അവിടെ നിന്നും പോയി. ഷഹീർ അച്ചുവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫിമ അവരെ കണ്ടു. അച്ചു അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ അവളുടെ ശക്തികൾ കൊണ്ട് അച്ചുവിനെ കൊന്നു. അച്ചു മരണപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫിമ ജോബിയയുടെ അടുത്തേക്ക് പോയി. ജോബിയ അവളോട് ദേഷ്യപ്പെട്ടു. ജോബിയ പറഞ്ഞു, നീ ചെയ്ത് തെറ്റാണ്. നിനക്ക് സൗഹൃദത്തിൻ്റെ വില അറിയില്ല. എനിക്ക് ഇതുപോലത്തെ ഒരു ചേച്ചി വേണ്ടായിരുന്നു എന്ന് ജോബിയ ഫിമേനോട് പറഞ്ഞു. ഫിമയ്ക്ക് ഇതെല്ലാം കേട്ട് സങ്കടമായി. ഫിമ സ്വാമിയുടെ അടുത്തേക്ക് പോയി, ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ വേണ്ടി. സ്വാമി പറഞ്ഞു, അച്ചു മരണപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവനെ രക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഫിമയും ജോബിയും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. സ്വാമി കുറച്ചു നേരത്തേക്ക് ഇവർക്ക് മനുഷ്യരൂപം നൽകി. അപ്പോൾ അവിടേക്ക് ഷഹീറും ലയും കരഞ്ഞുകൊണ്ടുവന്നു അച്ചുവിനെ രക്ഷിക്കാൻ വേണ്ടി. ഇത് കണ്ട ഫിമയും ജോബിയക്കും സങ്കടമായി. അപ്പോൾ ഫിമ ഷഹീറിനോട് മാപ്പ് പറഞ്ഞു, അച്ചുവിനെ നമുക്ക് രക്ഷിക്കാം, എന്നോട് ക്ഷമിക്കൂ. ഷഹീറിനും ലയ്ക്കും ഇത് വിശ്വാസമായില്ല. സ്വാമി നടന്ന കാര്യങ്ങളെല്ലാം ഷഹീറിനോടും ലയനോടും പറഞ്ഞു. ഇനി അച്ചുവിനെ രക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതിനെ ഇവർ 3 പേരും താണ്ഡവമാടണം, ശിവനെ തൃപ്തിപ്പെടുത്തണം. എങ്കിൽ മാത്രമാണ് അച്ചുവിനെ രക്ഷിക്കാൻ കഴിയൂ എന്ന്. ഫിമ, ലയ, ജോബിയ താണ്ഡവമാടാൻ തുടങ്ങി. ഇവർ താണ്ഡവമാടുമ്പോൾ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പ്രകൃതി ഇളകി മറിയുവാൻ തുടങ്ങി. പ്രകൃതിയിൽ നല്ല മഴയും കാറ്റും വരാൻ തുടങ്ങി. ഇവർ താണ്ഡവമാടിക്കൊണ്ടിരിക്കെ ആ വീടിന് മുകളിൽ ശിവഭഗവാന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ശിവഭഗവാന്റെ തൃക്കണിൽ നിന്നും ഒരു ശക്തി ആ വീട്ടിലേക്ക് പോയി. അച്ചുവിൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ വീണ്ടും പ്രവേശിച്ചു. അങ്ങനെ അച്ചു ജീവനോടെ തിരിച്ചു വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ 2 ആത്മാക്കൾ ആ വീട്ടിൽ വീണ്ടും ബന്ധിക്കുവാൻ തുടങ്ങി. ഇതാണ് ഈ വീടിൻ്റെ രഹസ്യം. ഇത് യുവരാജ് നൽകിയ ഒരു ശാപമാണ്. 24 വർഷങ്ങൾക്ക് ശേഷം ഈ ആത്മാവ് സ്വതന്ത്രമാവുകയാണെങ്കിൽ അവർ തുടർന്ന് 9 ദിനങ്ങൾ മാത്രമായിരിക്കും സ്വതന്ത്രമായി ഇരിക്കുക. അതിനിടയിൽ ഇവരെ ബന്ധിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് മരണം തന്നെ സംഭവിക്കും. അതുകൂടാതെ ഈ 2 ആത്മാക്കൾ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുനർജനിക്കും. ഇതാണ് ഈ വീടിൻ്റെ രഹസ്യം.
ആ രണ്ടാത്മാക്കൾ സന്തോഷത്തോടെ തന്നെ ആ വീട്ടിലേക്ക് പോയി. അവർ വീണ്ടും ബന്ധിക്കുവാൻ പോവുകയാണ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചും കഴിഞ്ഞു. രാവിലെ ഷഹീർ അച്ചൂലയ ആ വീട് വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. അവർ സന്തോഷത്തോടെ തന്നെ ആ വീട്ടിൽ നിന്നും പോയി. ആ വീട് എന്നേക്കുമായി പൂട്ടി. രാത്രി ആ വീട്ടിലേക്ക് ഫിമയെയും ജോബിയെയും സഹായിച്ച ആ ആൾ വന്നു. എന്നിട്ട് പറഞ്ഞു, പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല, ഇത് ഒരു തുടക്കം മാത്രം. ഷഹീറിനെ ഇല്ലാതാക്കാനാണ് ഞാനിവിടെ വന്നത്. ആ ആൾ യുവരാജായിരുന്നു.